രവിചന്ദ്രവർമ്മൻ പറയുകയാണ്, നോ യു ആർ ലൈങ്. അതിനുശേഷം ശ്രീലക്ഷ്മിയെ പിടിച്ച് കാറിന്റെ മുൻപിൽ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് രവിവർമ്മൻ. ശേഷം ആ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, ദേ നോക്കിയേ, വന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. തന്റെ മുഖത്തിന് അല്പം പോലും തെളിച്ചമില്ല. ഞാൻ ആരെയാണ് പേടിക്കുന്നത്? തന്നോടൊപ്പം ഞാനില്ലേ? നമ്മുടെ വിവാഹത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല ശ്രീലക്ഷ്മി. ഉറപ്പാണോ സാറിന്? ഉറപ്പ്, 100% ഉറപ്പ്. എന്താ, ഞാൻ എന്റെ ചങ്ക് പിളർത്തി കാണിക്കണോ തന്നെ? വേണ്ട, എനിക്ക് വിശ്വാസമാണ്. അതിനുശേഷം രവിവർമ്മനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. പിന്നെയും സുദർശൻ ആ റൂമിന്റെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. സരോജമ്മ രാജാറാമിനോട് പറയുകയാണ്, ഈ വീട് മുഴുവൻ അടിച്ചു വാരണമെങ്കിൽ ഒരു ദിവസം വേണം അല്ലേ രാജാറാം സാറേ? ഇതിനൊക്കെ ഇവിടെ സെർവൻസ് ഉണ്ട് സരോജമ്മ, അവര് നോക്കിക്കൊള്ളും കാര്യങ്ങൾ. അതിനുശേഷം സുദർശനെ ആരോ ഫോൺ വിളിക്കുകയാണ്. സുദർശൻ ഫോണിൽ സംസാരിക്കുമ്പോൾ സരോജമ്മ പറയുകയാണ്, ശ്രീടച്ച എന്താ ഇവിടെ ചെയ്യുന്നത്? ഓണത്തിനിടയിൽ പുട്ടുകച്ചവടമാണല്ലോ. രാജാറാമിനും ഒരു ഫോൺ വരികയാണ്. ഫോൺ എടുത്ത് രാജാറാമും പുറത്തേക്ക് പോവുകയാണ്. ശ്രീടച്ച എന്തോന്നായി കാണിക്കുന്നത്? അയാളോട് പിന്നീട് വിളിക്കാൻ പറയുക. നീ ഒന്നും മിണ്ടാതിരിക്കും സരോജം, ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ. ശേഷം മാർഗോ ബിൽ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് സുദർശൻ. അന്നേരം സുദർശന്റെ കയ്യിൽ നിന്നും ഒരു പേപ്പർ താഴേക്ക് വീഴുകയാണ്. പറയാണ്, സോറി സാർ, ഒരു നിമിഷം, ബില്ല് കയ്യിൽ നിന്നും താഴെ വീണുപോയി, ഇപ്പോൾ പറയാം. ശേഷം സരോജത്തോട് പറയാണ്, സരോജം നീ ഒന്ന് പോയി എടുത്തുകൊണ്ട് വന്നേ. ഈ മനുഷ്യന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് സരോജം. പിന്നീട് സുദർശൻ കയ്യിൽ നിന്ന് ഒരു പേപ്പർ മനഃപൂർവ്വം ആ റൂമിന്റെ താഴെ ഇട്ടിട്ട് അത് ഡോറിന് ഇടയിൽ കൂടി അകത്തേക്ക് കാലുകൊണ്ട് തള്ളിക്കയറ്റുകയാണ്. പക്ഷെ ഇത് രാജാറാം ശ്രദ്ധിക്കുകയാണ്. താഴെ നിന്ന് എടുത്തുകൊണ്ടുവന്ന ബില്ല് സരോജാമ്മ സുദർശനെ ഏൽപ്പിക്കുകയാണ്. ഒരുമാതിരി കഷ്ടമുണ്ട് കേട്ടോ, ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ബാഗിൽ നിന്നും വലിച്ചെടുക്കാൻ പോയത്? എടി, ഇത് എമർജൻസി ആടി, അതല്ലേ? അയ്യോ, ഇതിലൊരു ബില്ല് കാണാനില്ലല്ലോ. കാണാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുവരും തറയിലൊക്കെ നോക്കുകയാണ്. സരോജം പറയണം, താഴെയൊന്നും വീണിട്ടില്ല ശ്രീടച്ച. വർഷം പറയണം, ബില്ല് ഇങ്ങോട്ട് പറന്നു വീഴുന്നത് ഞാൻ കണ്ടു. നീ അത് അകത്തേക്ക് പോയോ എന്ന് പറഞ്ഞ് ആ റൂം നോക്കി പറയുകയാണ് സുദർശൻ. എന്തു പറ്റിയെന്ന് വന്ന് രാജാറാം എന്ന് ചോദിക്കുമ്പോൾ സരോജം പറയുകയാണ്, മോളുടെ അച്ഛന്റെ കയ്യിലിരുന്ന ഒരു ബില്ല് ഇതിനകത്തേക്ക് കയറിപ്പോയി രാജാവേ. നേരം സുദർശൻ മനഃപൂർവ്വം ആ ബില്ല് അകത്തേക്ക് ഇട്ടത് രാജാറാം ആലോചിക്കുകയാണ്. മുറിക്കാത്തോന്ന് ചോദിക്കുകയാണ് രാജാറാം. ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുദർശൻ പറയുകയാണ്, അതെ സാർ, അത് വലിയൊരു ഓർഡറിന്റെ ബില്ലായിരുന്നു. ഇതിന്റെ ബിൽ നമ്പർ അറിഞ്ഞാലേ അവർക്ക് ചെക്ക് തരാൻ പറ്റുള്ളൂ. രാജാറാം പറയാണ്, പക്ഷെ ഈ റൂമിന്റെ കീ രവി സാറിന്റെ കയ്യിലാണ്. ആണോ? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി സാറിന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറയുകയാണ് സരോജം. അന്നേരം അവിടേക്ക് ബാലമാമ വന്നിട്ട് പറയുകയാണ്, അതെ, ഗായത്രി അമ്മ പറഞ്ഞു ചായ കുടിക്കാൻ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരാൻ. സുദർശൻ പറയണം, ആ നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നീട് വരാം, ഞാൻ ആ ബില്ലൊന്നും കൂടി നോക്കട്ടെ. ഞാൻ പറയുകയാണ്, പിന്നീട് നമുക്ക് ചായ കുടിച്ച് വന്നിട്ട് നോക്കാം സുദർശൻ ചേട്ടാ. സരോജം പറയണം, ആ അത് ശരിയാ, ബില്ല് പാറ്റയും പല്ലിയൊന്നും അല്ലല്ലോ, പറന്നു പോകാനും ഇഴഞ്ഞു പോകാനും അത് അവിടെ തന്നെ കിടന്നോളും. അതൊരു വലിയ ഓർഡർ ആയിരുന്നു സരോജം, അതിന്റെ വില മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഓ, എത്ര വലിയ ഓർഡർ ആയാലും 10 മിനിറ്റ് താമസിച്ചു പോയി എന്ന് പറഞ്ഞു ഒരു കുഴപ്പവും വരില്ല. അവിടെ തന്നെ കാണുമെന്ന് പറയുകയാണ് സരോജം. ശ്രീടച്ചൻ വന്നേ, ചായ കുടിക്കാം. ഇല്ല സരോജം, പിന്നീട് നമ്മൾ മറന്നുപോയാലോ? മറന്നുപോയാൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളാം, അതുപോരെ? നിങ്ങൾ വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി താഴേക്ക് പോവുകയാണ് സരോജം. താഴെ എല്ലാവരെയും കാത്ത് ചായയും പലഹാരങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ് സരോജമ്മയും ഗായത്രി അമ്മയും സാന്ദ്രയും. എല്ലാവരോടും ഇരിക്കാൻ പറയുകയാണ് ഗായത്രി അമ്മ. ഇവിടെ രവിയും ശ്രീലക്ഷ്മിയും എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും വരികയാണ്. ദേ നമ്മളെത്തി. ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മനും ഒരുമിച്ച് വന്നിരിക്കുന്നതെന്നും സാന്ദ്രയ്ക്ക് അത്ര സന്തോഷമാകുന്നില്ല. ആഹാരങ്ങളൊക്കെ കണ്ട് സരോജമ്മ പറയുന്നു, ഹോ, ഇതൊക്കെ കുറെ ഉണ്ടല്ലോ, ഇതൊക്കെ ആരാ കഴിക്കുന്നേ? രവിചന്ദ്രവർമ്മൻ പറയണം, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചാൽ മതി, ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. നേരം അവിടേക്ക് പുറത്തു പോയിരുന്ന രേഖയും രഘുവും എത്തുകയാണ്. അവരെ കണ്ട് ഗായത്രി അമ്മ ചോദിക്കണം, ആ എത്തിയോ രണ്ടാളും? രേഖ പറയാണ്, എത്താതെ പിന്നെ? രണ്ടാളും ഇരിക്കെ കാപ്പി കുടിക്കാമെന്ന് പറയുകയാണ് ഗായത്രി അമ്മ. രഘു പറയുകയാണ്, ഒരു രക്ഷയുമില്ല, ഞങ്ങൾ രണ്ടുപേരും പിസ്സ കഴിച്ചിട്ടാണ് വരുന്നത്. രവിചന്ദ്രവർമ്മ പറയണം, ഓ അത് ശരി, അപ്പോ രണ്ടാളും ഷോപ്പിങ്ങിന് പോയതാണോ അതോ പിസ്സ കഴിക്കാൻ പോയതാണോ? ഷോപ്പിങ്ങിനാണ് പോയത്, പക്ഷെ അതിന്റെ ക്ലൈമാക്സ് പിസ്സയിലായിപ്പോയി. ശ്രീലക്ഷ്മി, ഈ പിസ്സ എന്ന് പറയുന്നത് എനിക്കൊരു വീക്ക്നെസ് ആണ്. അല്ല, തനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചേട്ടായിയോട് ഇപ്പോ തന്നെ പറയണം. എന്നെ പോലെ ഇങ്ങനെ പെടുത്തിക്കളയരുത്. ചുമ്മാതിരിക്കെന്നും പറഞ്ഞ് രഘുവിനെ നുള്ളുകയാണ് രേഖ. കേട്ട് സരോജം പറയാണ്, പിസയും കിസയും ഒന്നുമല്ല, എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന അവലോസുണ്ടയാണ്. അല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് സരോജം. രഘു പറയാണ്, ഹാവു, അപ്പോ ചേട്ടായി രക്ഷപ്പെട്ടു. പിസ വാങ്ങാൻ പോയി ക്യൂ നിൽക്കണ്ടല്ലോ. സരോജാമ്മയെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞാൽ മാത്രം മതി. രേഖ പറയുകയാണ്, ആ ശ്രീലക്ഷ്മി, താൻ വിവാഹം കഴിഞ്ഞു വന്നാൽ തന്റെ തലയിൽ ചൂടാൻ എന്നും ഇവിടെ മുല്ലപ്പൂ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. താൻ പ്രസന്റ് കൊടുത്ത മുല്ലപ്പൂ ചെടിയെ ബ്രദറിനിലോ പൊന്നുപോലെയാണ് നോക്കുന്നത്. അതിലാണെങ്കിൽ എപ്പോഴും പൂക്കളും പിടിക്കും, അല്ലേ ബ്രദറിനിലോ? അതെന്ന് തലകുലുക്കുകയാണ് രവി. വിചാരിക്കുകയാണ്, ഇവളി മുല്ലച്ചെടി എപ്പോൾ കൊടുത്തു? നമ്മളാരും അറിഞ്ഞില്ലല്ലോ. രേഖ പറയുകയാണ്, സീസൺ അല്ലെങ്കിലും ഇപ്പോഴും അതിൽ നിറയെ പൂക്കള് പൂത്തു നിൽപ്പുണ്ട്, ഞാൻ കണ്ടതാണ്. ഇത് കേട്ട് രഘു പറയുകയാണ്, അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഐശ്വര്യമുള്ളവർ കൊടുക്കുന്ന പ്രസന്റ് ആണെങ്കിൽ അതിലെപ്പോഴും പൂക്കൾ പൂക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.
രഘു എന്ന് വിളിച്ച് വീണ്ടും രഘുവിനെ നുള്ളുകയാണ് രേഖ. ഗായത്രിയമ്മ പറയാണ്, മുല്ലച്ചെടിക്ക് അങ്ങനെ സീസണൊന്നും ഇല്ലെന്നേ. ഉണ്ടോ ബാലമ്മ? അവരുടെ എല്ലാവരുടെയും സംസാരവും ചിരിപറച്ചിലും ഒക്കെ കണ്ട് ഇഷ്ടപ്പെടാതെ അകത്തേക്ക് പോവുകയാണ് സാന്ദ്ര. സാന്ദ്ര പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇന്നാ മുല്ലച്ചെടിയുടെ അവസാനമായിരിക്കും. നോക്കിക്കോ, അവള് നല്ല ഐശ്വര്യമുള്ളവളാണ് പോലും. അവൾ ആ ഓഫീസില് വലതുകാലെടുത്ത് വെച്ച് എന്ന് കയറിയോ അന്നു മുതലാണ് എനിക്ക് കഷ്ടകാലം തുടങ്ങിയത്. ഞാൻ മോഹിച്ച ആളിനെ തട്ടിയെടുത്തവൾ ഈ പിശാചി വന്നില്ലായിരുന്നെങ്കിൽ സാറിന്റെ ഇടതുഭാഗത്ത് ഇപ്പോൾ ഇതുപോലെ ഇരിക്കേണ്ടത് ഞാനായിരുന്നു. ഇഷ്ട പിശാജ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുകയാണ് സാന്ദ്ര. അതിനുശേഷം ആ മുല്ലച്ചെടി അടുത്തെത്തിയ ശേഷം സാന്ദ്ര പറയുകയാണ്, ഇനി ഈ ചെടി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ഇന്ന് തന്നെ നശിപ്പിക്കണം ഇത്. അതിനുശേഷം ആ ചെടി എടുത്ത് പുറത്തേക്ക് എറിയാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീലക്ഷ്മി മുകളിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, വെക്കിടി അവിടെ. വീണ്ടും വീണ്ടും ഉറക്കെ ശ്രീലക്ഷ്മി അലറി വിളിക്കുകയാണ്, വെക്കിടി അവിടെ. പെട്ടെന്ന് മുല്ലച്ചെടി അവിടെ വെച്ചിട്ട് ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ് സാന്ദ്ര. ശ്രീലക്ഷ്മി, താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? എന്നോട് തന്നെയെന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് ശ്രീലക്ഷ്മി. നീ എന്നെ എടിയെന്ന് വിളിക്കാറായോ? മര്യാദയ്ക്ക് സംസാരിക്കണം, മനസ്സിലായോ? മര്യാദയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന നിന്നോട് ഞാൻ മര്യാദ കാണിക്കണോ? യു ഷട്ട് അപ്പ്. വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറയരുത് നീ. ഇവിടെ നിന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നീ പറയുന്നത്? നേരം രാജനന്ദിനിയുടെ രൂപവും ശ്രീലക്ഷ്മിയുടെ രൂപവും ഒക്കെ മാറി മറയുകയാണ്. ചെയ്തതെല്ലാം തെറ്റ് തന്നെ. ഇതുവരെ നീ എന്താ ചെയ്തതെന്നും ഇപ്പോൾ നീ എന്താ ചെയ്യാൻ പോയതെന്നും നിനക്കറിയില്ല അല്ലേ? അത് ഞാൻ ഇനി പറഞ്ഞു മനസ്സിലാക്കണോ? കള്ള പരീക്ഷ എന്നൊക്കെ ഉച്ചത്തിൽ പറയുകയാണ് ശ്രീലക്ഷ്മി. സാന്ദ്ര പറയുകയാണ്, ശ്രീലക്ഷ്മി, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ നിന്റെ ഉദ്ദേശം? നീ ഇവിടെ വന്നു കയറാൻ പോകുന്നതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് നീ ഇവിടത്തെ കൊച്ചമ്മയായോ? വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വന്നാൽ. വീണ്ടും ദേഷ്യപ്പെട്ട് ശ്രീലക്ഷ്മി പറയുകയാണ്, ചീ നിർത്ത്. ആരാടി ഇവിടെ വന്നു കയറാൻ പോകുന്നത്? ഇത് എന്റെ വീടാണ്, എന്റെ സ്വന്തം വീട്. ഇവിടെ എന്ത് ചെയ്യാനും പറയാനുമുള്ള അധികാരം എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് ഭാവിച്ചാണ് നീ സംസാരിക്കുന്നത്? നീ ഇതുവരെ ഈ വീട്ടിലെ മരുമകൾ ആയിട്ടില്ല. നീ ഇപ്പോഴും വെറും ശ്രീലക്ഷ്മിയാണ്, മിസ്സിസ് ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ അല്ല. ദേഷ്യപ്പെട്ട് വീണ്ടും ശ്രീലക്ഷ്മി രാജനന്ദിനിയുടെ ഭാവത്തിൽ ചോദിക്കുകയാണ്, ആരാടി നിന്റെ ഈ ശ്രീലക്ഷ്മി? ഒന്ന് പരിഭ്രമിച്ച് സാന്ദ്ര നിൽക്കുമ്പോൾ വീണ്ടും ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, ആരാടി ശ്രീലക്ഷ്മി എന്ന്? ഞാൻ നീ പറയുന്ന ശ്രീലക്ഷ്മി അല്ല, ഞാൻ രാജനന്ദിനിയാണ്. രാജനന്ദിനി, മനസ്സിലായോ? എനിക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാൻ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? ആര് ക്ഷണിച്ചു നിന്നെ എവിടേക്ക്? ശ്രീലക്ഷ്മിയുടെ ഭാവം കണ്ട് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് സാന്ദ്ര. വീണ്ടും ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, നിന്നോടാണ് ചോദിച്ചത്. ഈ വീട്ടിൽ നീ വലിഞ്ഞു കയറി വന്ന് എന്റെ രവിയെ നീ രഹസ്യമായി മോഹിച്ചു. എന്തിനാ നീ എന്റെ രവിയുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ മോഹിച്ചെന്നോ? നീ എന്താടി പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രീലക്ഷ്മി പറയുകയാണ്, ചീ നിർത്തടി നിന്റെ ഈ കള്ളത്തരം. അതിനുശേഷം സാന്ദ്രയെ അടിക്കുകയാണ് ശ്രീലക്ഷ്മി. അടികൊണ്ട സാന്ദ്ര തറയിൽ വീഴുന്നു. അതിനുശേഷം ശ്രീലക്ഷ്മി പറയണം, നീ എന്ത് അഭിനയം നടത്തിയാലും മനസ്സിലാവും എനിക്ക്. കാരണം ഞാൻ രാജനന്ദിനിയാണ്. രാജനന്ദിനി എന്ന് ഉറക്കെ പറയുകയാണ് ശ്രീലക്ഷ്മി. ആ പേര് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. കാരണം നീ ചെയ്ത ചതികൾ എന്താണെന്ന് എനിക്കറിയാം. ആ കണക്ക് ഞാൻ പറയണോ നിന്നോട്? നിന്നെ രവിയിൽ നിന്നും അകറ്റാൻ നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിന്നോട് ഞാൻ പറയണോന്ന്? ആകെ ഭയപ്പെട്ട് ഇരിക്കുകയാണ് സാന്ദ്ര. എന്താടി നീ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കണക്ക് ഓർമ്മ വന്നോ നിനക്കിപ്പോൾ? ഓർമ്മ വന്നോ എന്ന് വീണ്ടും ഉച്ചത്തിൽ ചോദിക്കുകയാണ് ശ്രീലക്ഷ്മി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? ഇപ്പോൾ ജാതകം തിരുത്തി എന്നെയും രവിയെയും അകറ്റാൻ ശ്രമിച്ചത് നീയല്ലേടി? കല്യാണക്കുറിയിൽ ചോര വീഴ്ത്തിയതും നീയല്ലേ? പറയടി, പറയാൻ. ഇതൊക്കെ അപ്പോൾ തെറ്റല്ല എന്നാണോ നീ കരുതുന്നത്? എന്തിനാ നീ ഇതൊക്കെ ചെയ്തത്? നീ പറയാമെന്ന് വീണ്ടും ഉറക്കെ പറയുകയാണ് ശ്രീലക്ഷ്മി.